ബജറ്റ് അവഗണനയിൽ ഗത്യന്തരമില്ലാതെ സപ്ലൈകോ 1000 കോടി രൂപയാണ് വിപണി ഇടപെടലിന്റെ ഭാഗമായി സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ കനത്ത ക്ഷാമവും തുടരുകയാണ്. തിരുവനന്തപുരം പഴവങ്ങാടി സപ്ലൈകോയിൽ നിന്നും നമ്മുടെ പ്രതിനിധി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി പറഞ്ഞതുപോലെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും ധൂർത്തിൻ്റെ ഫലം സാധാരണക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ സപ്ലൈകോയിൽ സാധനങ്ങളില്ല, സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ കിട്ടാനേ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? വളരെ പരിതാപകരം എന്ന് തന്നെ സുരേഷ് പറയേണ്ടിയിരിക്കുന്നു. ഞാനുള്ളത് തിരുവനന്തപുരത്തെ പഴവങ്ങാടിയിലുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും, വലിയ തിരക്ക് സാധാരണയായി ഉണ്ടാകാറുള്ള ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റാണിത്. വലിയ തിരക്ക്, ഇതിൻ്റെ ഏറ്റവും കിഴക്കേക്കോട്ട തന്നെ ഏറ്റവും സെൻട്രൽ ഭാഗത്തുള്ള ഔട്ട്ലെറ്റാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ യാതൊരു തിരക്കുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നൊരു സാഹചര്യം ഉള്ളത്. ഈ റാക്കുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഈ റാക്കുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഈ ഒരു സാധനങ്ങളൊന്നുമില്ലാതെ. ആകെ സബ്സിഡി ഇനത്തിൽ ഇവിടെ നിന്നും ലഭിക്കുന്നത് പയർ മാത്രമാണ്, ചെറുപയർ മാത്രമാണ്. 13 ഇനങ്ങളാണ് സബ്സിഡി ഇനത്തിൽ നൽകിക്കൊണ്ടിരുന്നത്. അരി, മുളക്, പഞ്ചസാര, ഇതൊക്കെ ഇവിടെ നിന്ന് സബ്സിഡി ഇനത്തിൽ നൽകിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ആ സാധനങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. ആകെ ഉള്ളത് ചെറുപയർ മാത്രമാണ്. ഈ റാക്കുകളൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നിറച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ നോൺ സബ്സിഡിയിൽ നൽകുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ടേക്ക് വരാത്തൊരു സാഹചര്യം. പ്രതികരണം തേടാനാണെങ്കിൽ പോലും നേരത്തെ ഇവിടെ 1-2 പേർ വന്നിരുന്നു. അവർ ചോദിക്കുന്നത് എന്ത് സാഹചര്യമാണിത്, ഇത്രത്തോളം വില നൽകി നോൺ സബ്സിഡിയിൽ ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ മറ്റേതെങ്കിലും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയാൽ പോരെ, എന്തിനാണ് ഇവിടേക്ക് വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ളത്. 1000 കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. നമുക്ക് ഈ റാക്കിലേക്കൊക്കെ കാണാം, ഇവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന കാശ്. ഇവിടെയൊക്കെ സബ്സിഡി ഇനങ്ങളാണ് വെച്ചിരുന്നത്, അവിടെ ഒക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. 1000 കോടിയാണ് കുടിശ്ശികയായിട്ട് സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. 500 കോടിയാണ് കരാറുകാർക്ക് നൽകാനായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ച സാഹചര്യത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സപ്ലൈകോയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൈത്താങ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ ഈ നിലവിലെ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള സഹായം ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. ഈ കുടിശ്ശിക തീർക്കാനുള്ള എന്തെങ്കിലും സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള യാതൊരു സഹായവും സർക്കാരിന്റെ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് സപ്ലൈകോ ഇപ്പോൾ ഉള്ളതല്ലേ. സാധാരണ സാധനങ്ങൾ വാങ്ങാനുള്ള പണം പോലുമില്ല, സബ്സിഡി സാധനങ്ങൾ അതുകൊണ്ട് തന്നെ അവിടെ വെക്കാനേ പറ്റാത്തൊരവസ്ഥ. കാരണം സാധനങ്ങൾ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളുടെ ദൗർലഭ്യം ഉള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാർ കൈയൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതല്ലേ. അതായത് മറ്റ് വിപണികളിൽ നിന്നും ഒരു വ്യത്യാസവുമില്ല ഇവിടെ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ മറ്റ് വിപണികളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സാധാരണക്കാർ എത്തിക്കഴിഞ്ഞു അല്ലേ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. എനിക്ക് പ്രതികരണം തേടാൻ പോലും ഇവിടെ ആളുകൾ ഇല്ലാത്തൊരു സാഹചര്യമാണ്. നേരത്തെ വന്ന 2 പേരോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് സാധാരണ പുറത്ത് ഇത്രത്തോളം വിലയ്ക്കാണ് സാധനങ്ങൾ വാങ്ങുന്നത്, അതേ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ വാങ്ങേണ്ടി വരികയാണെങ്കിൽ പിന്നെ എന്തിനാണ് സപ്ലൈകോയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഈ ചെറുപയർ, ഇത് മാത്രമാണ് ഇപ്പോൾ സപ്ലൈകോ ഈ ഒരു സബ്സിഡി നിരക്കിൽ കിട്ടുന്നത്. ചെറുപയർ മാത്രം, അത് മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാക്കി ഈ നിറച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ നോൺ സബ്സിഡി നിരക്കിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 13 ഇന സാധനങ്ങളാണ് സബ്സിഡി, അതായത് പഞ്ചസാര, മുളക് തുടങ്ങി 13 ഇനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും തന്നെ ഇവിടെ ഇല്ല. റാക്കുകൾ, ആ സബ്സിഡി നിരക്കിൽ നൽകേണ്ട സാധനങ്ങളുടെ റാക്കുകൾ മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ സാധാരണക്കാരെ നമുക്കറിയാം, നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി വലിയൊരു തുക ബജറ്റിൽ സർക്കാർ നീക്കിവെക്കുന്നുണ്ട്. അതേ സർക്കാർ ഇത്തരത്തിലൊരു ഏറ്റവും സാധാരണക്കാർക്ക് വളരെ സഹായകരമായിട്ടുള്ളതാണ് ഈ സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ നൽകുക എന്നുള്ളത്. പക്ഷെ അവരൊക്കെ ഇവിടെ വന്നതിന് ശേഷം മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. ഈ തിരുവനന്തപുരത്ത് പഴവങ്ങാടി എന്ന് പറയുന്നത് കിഴക്കേക്കോട്ടയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സപ്ലൈകോയാണ്. സാധാരണ ഇവിടേക്ക് നമ്മൾ വരുന്ന സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. വലിയ തിരക്കാണ് ഇവിടെ ഉള്ളത്. പക്ഷേ പത്രത്തിൽ സബ്സിഡി സാധനങ്ങൾ എന്തെങ്കിലും കിട്ടിയോ ഇവിടെ വന്നിട്ട്? വന്നതല്ലേ ഉള്ളൂ, അറിഞ്ഞൂടാ ഇത് ഉണ്ടാന്നുള്ളത്. ആകെ ചെറുപയർ മാത്രമാണ് സബ്സിഡി ഇനത്തിൽ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്.
അത്തരത്തിൽ ഇവിടെ ആളുകളൊന്നും എത്താത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 1000 കോടിയാണ് കുടിശ്ശികയുള്ളത്. ഏതാണ്ട് 3000 കോടിയുള്ള ബാധ്യത ഇപ്പോൾ സർക്കാർ ഈ ഒരു സപ്ലൈകോയ്ക്ക് നിലനിൽക്കുന്നുണ്ട്. 500 കോടിയാണ് കരാറുകാർക്ക് നൽകാനുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ സപ്ലൈകോ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ 5ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതും ടെമ്പററി സ്റ്റാഫാണ്. ഇവർക്ക് 6000 രൂപയാണ് മാസം ശമ്പളമായി നൽകേണ്ടത്. കഴിഞ്ഞ 2-3 മാസമായി ഇവർക്ക് ശമ്പളം പോലും നൽകാനില്ലാത്തൊരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നൊരു കാര്യം. ഇവിടെ ആളുകൾ എത്തിയതിനു ശേഷം സാധനങ്ങൾ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പോലും മറുപടി പറയാൻ കഴിയാത്തൊരു സാഹചര്യം. അത് ഈ എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നു? കിറ്റ് നൽകാൻ പറയുന്ന സമയത്ത് കിറ്റ് നൽകുന്നു. ആ ഒരു തുക അത് കൃത്യമായി നൽകുകയാണെങ്കിൽ ഇത്രത്തോളം വലിയൊരു പ്രതിസന്ധി ഉണ്ടാകില്ല. സപ്ലൈകോയൊക്കെ അടച്ചു പൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇന്നലെ ബജറ്റിൽ പോലും 10 കോടി മാത്രം വകയിരുത്തിയത് കൊണ്ട് തന്നെ ഭക്ഷ്യമന്ത്രി തന്നെ ആ ഒരു എതിർപ്പ് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇന്നലെ ബജറ്റ് അവതരണത്തിന് ശേഷം ഭക്ഷ്യമന്ത്രി ധനമന്ത്രിക്ക് കൈ പോലും കൊടുക്കാതെയാണ് ആ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചത്. ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും, മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് സപ്ലൈകോ എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഇതാണ് ഈ ഒരു സപ്ലൈകോയുടെ അവസ്ഥ. സപ്ലൈകോ പൂട്ടുകയല്ലാതെ മറ്റ് വഴികളൊന്നും തന്നെയില്ല. ഈ ഒരു സപ്ലൈകോയിൽ എത്തിയതിനു ശേഷം ഇവർ പറയുന്നത് ഓണത്തിന് ശേഷമാണ് ഈ ഒരു സാഹചര്യം രൂക്ഷമായത് എന്നുള്ളതാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നലെയും ഇവിടെ ഈ പഴവങ്ങാടിയിൽ താൽക്കാലികമായി ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരൻ ജോലി മതിയാക്കി പോകുന്ന ഒരു സാഹചര്യം. കാരണം രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ സപ്ലൈകോയിൽ ജോലി ചെയ്യണം. മാസം ലഭിക്കുന്നത് വെറും 6000 രൂപ. ആ 6000 രൂപ പോലും അവർക്ക് നൽകാൻ കഴിയാത്ത ഒരു തൊഴിൽ ഭീഷണിയിലേക്ക് കൂടി സപ്ലൈകോ മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആളുകൾ പോലും എത്തുന്നില്ല. പഴവങ്ങാടി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ പഴവങ്ങാടി സപ്ലൈകോ ഈ നഗരത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഒന്നാണ്. ഈ ഒരു ഔട്ട്ലെറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ, കാരണം സാധനങ്ങളില്ല, ആൾക്കാർ കൈയൊഴിഞ്ഞ അവസ്ഥ. കാരണം ആൾക്കാർ വന്നിട്ടും കാര്യമില്ല. കാരണം ഒരു സാധനവും ഇല്ലാത്തൊരവസ്ഥ. സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ അതേ വിലക്ക് മാത്രമേ അവിടെയുള്ളൂ. സബ്സിഡി ഉള്ളത് ആകെ ചെറുപേർ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഔട്ട്ലെറ്റിൽ തന്നെ ഇത്രയും ആൾക്കാരില്ലാത്തൊരവസ്ഥയാണെങ്കിൽ മറ്റ് ഔട്ട്ലെറ്റുകളുടെ അവസ്ഥ ഒന്നും പറയേണ്ടതേ ഇല്ല. അത്രയും ജനങ്ങൾ പൂർണ്ണമായും കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്, അല്ലേ? അതെ, ആ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ സബ്സിഡി നിരക്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയോ സപ്ലൈകോയിൽ വന്നിട്ട്? ഒന്നും ഒരു രക്ഷയില്ല, സാധനമില്ല, ഇല്ല, സാധനങ്ങളൊന്നുമില്ല. ആകെ ഇപ്പോൾ ചെറുപയർ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറയുന്നത്. അത് തന്നെയാണ് അവസ്ഥ. 13 ഇനങ്ങളാണ് നമുക്ക് സബ്സിഡി നിരക്കിൽ തന്നുകൊണ്ടിരുന്നത്. സാധനങ്ങളൊന്നും ഇപ്പൊ കിട്ടാനില്ല, അറിയാലോ. അതുകൊണ്ട് ബാക്കി ഇവിടെ അല്ലാതെ നോൺ സബ്സിഡിയുള്ള സബ്സിഡി വാങ്ങിക്കാവുന്നതായിരിക്കും. പുറത്തുനിന്ന് മേടിക്കും, ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടൂല. സാധാരണക്കാരന് ബുദ്ധിമുട്ടായി. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ. അവരിൽ നിന്നുള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ നിറച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നോൺ സബ്സിഡി നിരക്കിൽ, അതായത് സാധാരണ വലിയ തുകയിൽ തന്നെ ലഭിക്കുന്നതാണ്. ഏതായാലും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സപ്ലൈകോ സംസ്ഥാനത്ത് നേരിടുന്നത്. ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു കാര്യം അറിയത്തില്ല. കഴിഞ്ഞ ഓണത്തിന് ശേഷമാണ് ഇത്രത്തോളം രൂക്ഷമായിട്ടുള്ളൊരു പ്രതിസന്ധിയിലേക്ക് സപ്ലൈകോ മാറിയത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. അതും ബജറ്റിൽ ഈ ഇത്തരത്തിലുള്ള കുടിശ്ശിക ഏതാണ്ട് 3000 കോടി രൂപയുടെ ബാധ്യത സപ്ലൈകോയ്ക്ക് നിലവിൽ ഉണ്ട്. അത് മറികടക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്ര 10 കോടി, അതായത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിന് വേണ്ടി 10 കോടി മാത്രമാണ് വകയിരുത്തിയിരിക്കുന്നത്. 1600 സപ്ലൈകോ ആണ് സംസ്ഥാനത്ത് ഉള്ളത്. അവിടുത്തെ ജീവനക്കാരുടെ തൊഴിൽ ഭീഷണി പോലും ഇപ്പോൾ നേരിടുന്നൊരു സാഹചര്യമാണ്. 13 ഇനങ്ങൾ സബ്സിഡി ഇനത്തിൽ നൽകിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഒന്നും കിട്ടാനില്ലാത്ത സാഹചര്യം. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരും ഒക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മാധ്യമങ്ങൾ ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു, അത്തരത്തിൽ തെറ്റായ വാർത്തകൾ നൽകി സാധാരണ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളത്. ഇത് ഒരു നേർചിത്രമാണ്. കാരണം ഔട്ട്ലെറ്റുകളിൽ എത്തിയതിനു ശേഷം ആളുകളുടെ പ്രതികരണം ഇവിടെ സാധനങ്ങളില്ല, എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി അതിന്റെ നേർചിത്രം മാത്രമാണ് മാധ്യമങ്ങൾ നൽകുന്നത്. ഒരു തെറ്റായ വാർത്തയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അത്രത്തോളം ഈ ഒരു പ്രതിസന്ധി എന്താണ് എന്നുള്ളത് തുറന്നു കാട്ടുകയാണ് ചെയ്തത്. ഈ സർക്കാർ എത്തിയ സമയത്ത് തന്നെ സാധാരണക്കാർക്കൊപ്പം നിലകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ അധികാരത്തിലേറിയത്. അതേ സർക്കാർ തന്നെയാണ് ഇത്തരത്തിൽ ഈ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതിനായി വലിയൊരു തുക നൽകും എന്ന് ബജറ്റിൽ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. അത് എത്രത്തോളം നടപ്പിലാകും എന്നുള്ളത് കണ്ടറിയാം.
അറിയേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വെറും 10 കോടി രൂപ മാത്രമാണ് സപ്ലൈകോയ്ക്ക് വേണ്ടി മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആളുകൾ വളരെ കുറച്ചു പേർ, വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഈ ഔട്ട്ലെറ്റിലേക്ക് എത്തുന്നത്. കാരണം സപ്ലൈകോ എന്ന് പറയുന്നത് തന്നെ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് ആളുകൾ ഇവിടേക്കും എത്തുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ ആളുകൾ ഇവിടേക്ക് എത്താത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. വളരെ തിരക്കേറിയ ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റ് ആണ് തിരുവനന്തപുരത്ത് പഴവങ്ങാടിയിലുള്ള ഈ സപ്ലൈകോ. പക്ഷേ ഇവിടെ ഈ ഒരു സമയമായിട്ട് പോലും ഇവിടേക്ക് ആരും എത്തുന്നില്ല. കാരണം വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. നേരത്തെ ഞാൻ വന്ന സമയത്ത് കുറച്ച് പേർ ഈ സപ്ലൈകോയിൽ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ച സമയത്ത് നമ്മൾ സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ പലതവണ വന്നു നോക്കിയത്, ഒരു തവണയല്ല, ആവർത്തിച്ച് പലതവണ വന്നു നോക്കിയിരുന്നു. അപ്പോഴൊന്നും സാധനങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെ മടങ്ങിപ്പോവുകയാണ്. വലിയൊരു ഉയർന്ന നിരക്കിൽ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് സപ്ലൈകോയിലേക്ക് വരുന്നത്? പുറത്തെവിടെ നിന്നെങ്കിലും ഒരു ചെറുകിട കച്ചവടക്കാരുടെ കയ്യിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് പൈസയെങ്കിലും കുറവ് കിട്ടും എന്നുള്ളതാണ് അവരൊക്കെ പറയുന്ന ഒരു പ്രതികരണം. ഏതായാലും കടുത്ത ഒരു വളരെ പരിതാപകരമാണ് സംസ്ഥാനത്തെ 1600 സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെയും അവസ്ഥ. സുരേഷ്, ജനങ്ങൾക്ക് വേണ്ടി അധികാരത്തിലേറി എന്ന് അവകാശപ്പെടുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടാകുന്നത് എന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടവരുത്തുകയാണ്. സാധാരണക്കാർക്ക് പോലും പ്രാപ്യമല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് സപ്ലൈകോ പോകുന്നത്. സബ്സിഡി ഇനങ്ങൾ കിട്ടാനില്ല. മറ്റ് സാധനങ്ങൾ പോലും സാധാരണ കടകളിൽ ലഭ്യമാകുന്ന സാധനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. അതിനേക്കാൾ കൂടിയ വിലക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളടക്കം ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ് സർക്കാർ തന്നെ വരുത്തിവെച്ചിരിക്കുന്നത്. പഴവങ്ങാടി സപ്ലൈകോയിൽ നിന്നും രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.